ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാലക്കാടൻ സ്റ്റൈലിലുള്ള ഒരു നാടൻ മുതിരപ്പുളിയായിട്ടാണ് വന്നിരിക്കുന്നത്. മുതിര എന്ന് പറയുമ്പോൾ കുതിരയ്ക്ക് കൊടുക്കുന്നതല്ലേ എന്നെല്ലാം എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ പാലക്കാട്ടുകാർക്ക് മുതിര എന്ന് പറയുന്നത് സ്പെഷ്യൽ വിഭവമാണ്. മുതിര കൊണ്ട് നമ്മളിവിടെ തോരൻ ഉണ്ടാക്കാറുണ്ട്, മുതിര പുളിക്കറി ഉണ്ടാക്കാറുണ്ട്, അതുപോലെ മുതിര മധുരമൊക്കെ ഇട്ടിട്ടൊരു മധുരക്കറി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പാലക്കാട് സ്പെഷ്യലായിട്ടുള്ള വിഭവങ്ങളൊക്കെ മുതിര കൊണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മുതിര പുളിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മുതിരപ്പുളി വെക്കാനായിട്ട് നമ്മൾ ആദ്യം മുതിര ഒന്ന് വേവിച്ചെടുക്കണം. കടലയും പരിപ്പും പയറൊക്കെ നമ്മൾ വേവിച്ചെടുക്കുമല്ലോ, അതുപോലെ തന്നെ കുക്കറിലിട്ടിട്ട് ഇത് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകണം. വറുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ചെറുതായിട്ടൊന്ന് നമ്മൾ വറുത്തെടുക്കുമല്ലോ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലാതെ പച്ചക്ക് ഇട്ടിട്ട് നമുക്ക് കറി വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ അമ്മയാണ് കറിയൊക്കെ വെക്കുന്നത്. സത്യമായിട്ട് എനിക്ക് ഈ പാലക്കാടൻ സ്റ്റൈലിലുള്ള ഈ പുളിക്കറി വെക്കാൻ അറിയത്തില്ല കേട്ടോ. അപ്പോൾ അമ്മ പുള്ളിക്കാരി ഇത് നേരത്തെ തന്നെ വറുത്തെടുത്തിട്ട് അത് നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. ഒരു 3-4 വിസിൽ വരേണ്ടി വരും കേട്ടോ. ഇതിന് കൊള്ളെന്നും പറയും, ഈ പാലക്കാട് സൈഡൊക്കെ കൊള്ളുപുളി എന്നും പറയും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വാളംപുളിയാണ്. അതൊരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ വേണം. അതിനകത്തോട്ട് 4-5 ചെറിയുള്ളി കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ചെറിയുള്ളിയും അതുപോലെ തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ജീരകമൊന്നും ഇടാൻ പാടില്ല. പിന്നെ നമുക്ക് തക്കാളി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മീഡിയം സൈസിലൊരു തക്കാളി എടുത്ത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി വേണം. ഇത് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് തോലൊക്കെ കളഞ്ഞ് വെച്ചേക്കാണ്. പിന്നെ കടുക് താളിക്കാനായിട്ട് 2-3 ചുവന്ന മുളക് വേണം. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചതുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില. അപ്പോൾ അതേ നമ്മുടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചുവന്നുള്ളി ചെറിയുള്ളി അതുകൂടി ഇട്ടിട്ട് വഴറ്റുക. ഒരു പരിപാടിയില്ല, ഒരുപാട് എന്താ പറയുന്നത്, മല്ലി മുളകും ഒന്നും ഇട്ടിട്ടൊന്നും വഴറ്റുന്നേ ഇല്ല. സിമ്പിൾ കറിയാണ്. അതിലോട്ട് ഇനി നമുക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. അതും നന്നായി നന്നായിട്ട് ഉടയണം എന്ന് നിർബന്ധമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതിയാവും. ഇതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മുതിര അല്ലെങ്കിൽ കൊള്ള് ചേർത്ത് കൊടുക്കുക. അതും മുതിര വേവിച്ച വെള്ളവും കൂടെ ചേർത്തിട്ട് അങ്ങ് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലോട്ടാണ് നമ്മളൊരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയൊന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് പുളി പിഴിഞ്ഞ വെള്ളവും പിന്നെ നമുക്ക് അത്യാവശ്യം കറിക്കുള്ള വെള്ളവും കൂടെ ചേർത്ത് അങ്ങോട്ട് ഒഴിക്കുക. പിന്നെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടെ നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ചേർക്കുകയാണ് കേട്ടോ. നമ്മൾ ചെയ്യണ പോലെ ഇങ്ങനെ ആദ്യം ഉള്ളി വഴറ്റി അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത്. അമ്മ പഴയ ആളായതുകൊണ്ട് അമ്മയ്ക്ക് കല്ലുപ്പിൻ്റെ അളവൊക്കെയാണ് ആൾക്കറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങ് ഇറക്കി മാറ്റി വയ്ക്കുക. അത്രയേ ഉള്ളൂ. കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റിയിട്ട് കറിയൊക്കെ നല്ലോണം അങ്ങ് വറ്റി അതിനകത്ത് തന്നെ ഇരുന്നിട്ട് നല്ലൊരു ടേസ്റ്റായിട്ടുള്ളൊരു കറിയായിട്ട് മാറും. നമ്മൾ പാലക്കാട്ടുകാർക്ക് ഈ ഒരു പുളിക്കറിയും പിന്നെ എന്താ പറയുക ഉണക്കമീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഭേഷാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തിരിക്കുന്ന ആ ബെല്ലൈക്കണെ കൂടെ ഒന്ന് തൊട്ട് കൊടുത്തോളൂ, എന്നാലേ അടുത്ത വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ടാറ്റാ ബൈ, സീ യു.